OET റീഡിങ്ങിൻ്റെ പാർട്ട് ബിയിലും സിയിലും നമുക്ക് മെയിനായിട്ട് വരുന്ന 2 ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ്. ഒന്ന് ഓവറോൾ ഐഡിയ ആൻഡ് സെക്കൻഡ് വൺ സ്പെസിഫിക് ഐഡിയ. അപ്പോൾ ഇത് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ മനസ്സിലാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ എന്താണ് ഈ ഓവറോൾ ഐഡിയ? അത് പേര് പോലെ തന്നെ തന്നിരിക്കുന്ന എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ ഈ പാരഗ്രാഫിൻ്റെ മൊത്തത്തിലുള്ള ഐഡിയ അല്ലെങ്കിൽ ആ പാരഗ്രാഫിൽ എന്താണ് കംപ്ലീറ്റ്ലി പറയുന്നതെന്ന് ചോദിക്കുന്നതാണ് ഓവറോൾ ഐഡിയ. സോ അതിൻ്റെ ആൻസർ അപ്പോൾ എങ്ങനെയായിരിക്കും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആൻസർ ആ ഒരു പാരഗ്രാഫിൻ്റെ സമ്മറി പോലെ ആയിരിക്കും വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് പാരഗ്രാഫിൽ നിന്ന് കിട്ടില്ല, നമ്മൾ പാരഗ്രാഫിൻ്റെ സമ്മറി മനസ്സിലാക്കണം. ഓക്കെ, പക്ഷേ അതേസമയം സ്പെസിഫിക് ഐഡിയ ആണെന്നുണ്ടെങ്കിലോ നേരെ ഓപ്പോസിറ്റ്. അതായത് ഈ പാരഗ്രാഫിൻ്റെ അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം മാത്രം ചോദിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈ ഒരു പാരഗ്രാഫിൽ നഴ്സുമാർ ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? അപ്പം നമ്മൾ ആ ചെയ്യരുതാത്ത കാര്യം മാത്രം എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എന്ത്? സ്പെസിഫിക് ഐഡിയ. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഡയറക്ട്ലി പാരഗ്രാഫിൽ നിന്ന് കിട്ടും. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മുടെ ഓപ്ഷൻസിനകത്ത് സിനണിംസ് ഉണ്ടാവും. എന്താ വെച്ചാൽ ഡയറക്ട്ലി അവർക്ക് തരാൻ പറ്റില്ലല്ലോ. സോ സെയിം മീനിങ് ഉള്ള വേറെ വേർഡ്സ് ആയിരിക്കും നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവുക. ഇനി ഓവറോൾ ഐഡിയക്ക് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഈ നമ്മുടെ പാരഗ്രാഫിൻ്റെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ ഈ പാരഗ്രാഫിൻ്റെ എയിം എന്താണ്, അങ്ങനെയുള്ള ഓവറോൾ ഐഡിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ചോദിക്കുക. സോ ഈ 2 ക്വസ്റ്റ്യൻസും എൻറ്റയർലി ഓപ്പോസിറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പാർട്ട് ബിയിലും സിയിലും ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും.